ഹലോ ഫ്രണ്ട്സ്, ശോഭ മാത്യൂസ് വിസ്റ്റാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വട്ടവട യാത്രയിലെ വിശേഷങ്ങളാണ് ഇന്ന്. ഇപ്പോൾ നമ്മൾ കാണുന്നത് നേര്യമംഗലം പാലമാണ്. നേര്യമംഗലം പാലം മുതൽ വട്ടവട വരെയുള്ള വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നാം കാണുന്നത്. ഇടുക്കി, എറണാകുളം ഡിസ്ട്രിക്റ്റുകളെ കണക്ട് ചെയ്യുന്നു. അതായത് ഹൈറേഞ്ചിലേക്കുള്ള കവാടം എന്ന് ഇതിനെ പറയാം. ശരിക്കും ഈ വീഡിയോ കുറേ നാൾ മുമ്പ് തയ്യാറാക്കിയതാണ്. പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് ഇത് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇപ്പോഴിത് അപ്ലോഡ് ചെയ്യുവാണ്. യാത്രയിലെ ദൃശ്യങ്ങൾ കാണുന്നതൊപ്പം ഞാൻ എന്നെപ്പറ്റി ചിലതും പറയാം. ചിലരൊക്കെ പേഴ്സണലായും അല്ലാതെയുമൊക്കെ ആരാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഒരു Q&A ചെയ്യാൻ മാത്രം വലിയ ചാനലൊന്നും ആകാത്തത് കൊണ്ട് ഈ യാത്രയ്ക്കിടെ എൻ്റെ വിശേഷങ്ങളൊക്കെ പറയും. എൻ്റെ പേര് ശോഭ മാത്യു. ഞാനൊരു റിട്ടയേർഡ് അധ്യാപികയാണ്. ഇപ്പോൾ റിട്ടയർ ആയപ്പോൾ ഇഷ്ടങ്ങളൊക്കെ ചെയ്യാനൊരു വേദി എന്ന രീതിയിലാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. 2020 ചെറുതായിട്ട് തുടങ്ങിയെങ്കിലും ഞാനത് പിന്നീട് കാര്യമാക്കിയില്ല. ഇപ്പോൾ ഈ അടുത്താണ്, ഇപ്പോൾ ഏകദേശം 1 വർഷമാകാറായി, ഈ അടുത്താണ് ഞാൻ സീരിയസ് ആയി കാണാൻ തുടങ്ങിയത്. ചിലർ എൻ്റെ ഫാമിലിയെ പറ്റി ചോദിച്ചിട്ടുണ്ട്, അങ്ങനെ പല പല സംശയങ്ങൾ. അപ്പോൾ ഞങ്ങൾ ഈ യാത്രയിൽ വട്ടവട യാത്രയ്ക്കിടയിൽ മൂന്നാറിൽ ജസ്റ്റ് ഒന്ന് ഓടിയുള്ള കാഴ്ചകളൊക്കെ കണ്ടു. ബൊട്ടാണിക്കൽ ഗാർഡൻ, അതുപോലെ മാട്ടുപ്പെട്ടി ഡാം, ഇതൊക്കെ കാഴ്ചകളിൽ നിങ്ങൾക്ക് കാണാം. എൻ്റെ ഭർത്താവും അധ്യാപകനായിരുന്നു, റിട്ടയേർഡ് HM ആണ്. ഞങ്ങൾ രണ്ടുപേരും ഒരു സ്കൂളിൽ നിന്നാണ് റിട്ടയറായത്. ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. രണ്ടുപേരും വിവാഹിതരാണ്. മോൾ ഓസ്ട്രേലിയയിലാണ്, മോൻ നാട്ടിൽ തന്നെ ഒരു സ്കൂളിൽ അധ്യാപകനാണ്. ഇത്രയാണ് എൻ്റെ കുടുംബവിശേഷങ്ങൾ. ഞങ്ങളുടെ ഈ യാത്രയിൽ മോളെ വിവാഹം കഴിച്ചിരിക്കുന്നവരുടെ അടുത്ത് തന്നെയാണ്. മോളുടെ അവിടുത്തെ പേരൻസും ഞങ്ങളുടെ കൂടെ ഈ യാത്രയിലുണ്ട്. അവരെയും നിങ്ങൾക്ക് കാണാം. ഈ യാത്ര വളരെ രസകരമായ ഒന്നായിരുന്നു. KSRTCയുടെ ബജറ്റ് ടൂറിസം പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ഒരു ടൂറായിരുന്നു. ഈ തരത്തിൽ ഞാനിത് 3ാമത്തെ ടൂറാണ് പോകുന്നത്. ഇതിനു മുൻപ് ഞാൻ 2 ടൂറുകൾ സാമ്പ്രാണിക്കൊടിക്കും തിരുവനന്തപുരത്തിനുമൊക്കെ പോയിട്ടുണ്ട്. അന്ന് ഫ്രണ്ട്സിൻ്റെ ഒപ്പമായിരുന്നു പോയിരുന്നത്. ഇത്തവണ ഞങ്ങൾ ഫാമിലിയായിട്ട്. ഈ പൂക്കളൊക്കെ കാണുമ്പോൾ നമുക്ക് നല്ല കൊതിയാവും. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ അവിടുത്തെ കാലാവസ്ഥ കൊണ്ടൊക്കെ ആയിരിക്കും. എന്ത് രസമാണെന്ന് നോക്കിയ പൂക്കൾ കാണാൻ, നല്ല കളറും. നമ്മൾ ഇതേ പൂക്കൾ നമ്മുടെ ഇവിടെ വെച്ചാൽ അത്ര കളറൊന്നും കിട്ടാറില്ലല്ലോ. ഈ പൂക്കളൊക്കെ കണ്ടാൽ നമുക്ക് എത്ര നേരം കണ്ട് നടന്നാലും നമുക്ക് മതിയാവില്ല. ഇപ്പോൾ അവിടെ ഒരു മുകളിൽ കൂടി ഒരു ഓർബിറ്റ് പോലെ എന്തോ ഒരു സംഭവം പണിയുന്നുണ്ട്. വന്നു കഴിയുമ്പോൾ നമുക്ക് മുകളിൽ കയറി നിന്ന് ഉയരത്തിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. കാണുന്നത് മാട്ടുപ്പെട്ടി ഡാമാണ്. ഞങ്ങളവിടെ അധിക സമയം ചിലവഴിച്ചില്ല, ജസ്റ്റ് ഇറങ്ങി അതിലെല്ലാം നടന്ന് കണ്ടു പോരുകയാണ് ചെയ്തത്. നമ്മൾ വട്ടവടയാണ് നമ്മളുടെ മെയിൻ ഡെസ്റ്റിനേഷൻ പറഞ്ഞിരുന്നത്. അവിടെ ചില യാത്രയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുപോയി മാത്രം. പിന്നീട് വട്ടവടയിലേക്കുള്ള യാത്രയായിരുന്നു. യാത്രയ്ക്ക് ഇരുവശം ഇതുപോലെ മരങ്ങൾ ആണ് കാണുന്നത്. ഞങ്ങൾ വട്ടവടയിലെത്തി. അവിടെ ചില വ്യൂ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ജീപ്പിൽ യാത്ര ചെയ്ത വ്യൂ പോയിൻറ്റ്സിൽ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കാണാം. താഴെ വട്ടവട ഗ്രാമവും കൃഷിസ്ഥലങ്ങളും എല്ലാം കാണാൻ സാധിക്കും. ഞങ്ങളവിടെ കുറേ സമയം ചിലവഴിച്ച് കുറേ ഫോട്ടോകളൊക്കെ എടുത്തു. പിന്നീട് താഴേക്ക് പോന്ന് താഴെ ചില സ്ട്രോബെറി പാടങ്ങളും അതുപോലെ കുറച്ച് ക്യാരറ്റ് ഒക്കെ കൃഷി ചെയ്യുന്ന കുറച്ച് കൃഷി സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് നല്ല ഫ്രഷ് ക്യാരറ്റൊക്കെ കുറച്ച് വാങ്ങി. ഈ സ്ട്രോബെറിയൊക്കെ പറിക്കുന്ന സമയമാണ്. നന്നായിട്ട് പഴുത്ത് കഴിയുമ്പോൾ നമുക്ക് കയറി നമുക്ക് തന്നെ പറിച്ചൊക്കെ എടുക്കാം. പക്ഷേ ഇപ്പോൾ അവർ
പറിച്ച് കൊടുക്കും അതിന്, കാരണം പഴുത്തൊക്കെ തുടങ്ങിയതേ ഉള്ളൂ. സീസണായി കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഓരോ ബോക്സ് തരും. ആ ബോക്സിന് ഒരു നിശ്ചിത തുക കാണും, അതിനകത്ത് നിറച്ച് നമുക്ക് പറിച്ചെടുക്കാം. വേണമെങ്കിൽ അല്പമൊക്കെ പറിച്ച് തിന്നുകയും ചെയ്യാം. ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. വെള്ളം കുറവാണെങ്കിൽ പോലും സാമാന്യം വെള്ളം ഉണ്ടായിരുന്നു. വെള്ളം മഴക്കാലത്താണെങ്കിൽ അത് വളരെ വലിയൊരു വെള്ളച്ചാട്ടമാണ്. അങ്ങനെ ആ കാഴ്ചകളെല്ലാം കണ്ട് മടക്കയാത്രയിൽ സന്ധ്യ കൂടി പോരുന്നപ്പോൾ അവിടെ ഇവിടെയായി കാട്ടുപോത്തിനെയും അങ്ങനെയൊക്കെ കാണാൻ സാധിച്ചു. KSRTCയുടെ ഈ ടൂർ പ്രോഗ്രാം എന്തുകൊണ്ടും വളരെ നല്ലതാണ്. പെട്ടെന്നൊരു ദിവസം ഒരു 1 ഡേ ഒക്കെ പോകണമെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് പോകാം. അതല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ കൂടി പോകണമെങ്കിൽ കൂടുതൽ കുറേ ആൾക്കാരെയൊക്കെ പരിചയപ്പെടാം. നമുക്ക് കൂടുതൽ പ്ലാനിങ് ഒന്നും വേണ്ട. നമ്മൾ KSRTC പൈസ അടയ്ക്കുന്നു, പോകുന്നു. എന്തായാലും വളരെ നല്ലൊരു പദ്ധതിയാണിത്. ഒത്തിരി പേര് ഇപ്പോൾ വീട്ടിൽ നിന്നൊക്കെ തന്നെത്താൻ പോകാണ്ട് കുട്ടികളെ പോലും നമുക്ക് ധൈര്യമായിട്ട് വിടാം. നമ്മുടെ ട്രാൻസ്പോർട്ടല്ലേ.